എല്ലാവർക്കും കിങ്ങിണീസ് ബ്ലോഗിലോട്ട് സ്വാഗതം. എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നെ മറക്കല്ലേ നിങ്ങൾ കമൻറ്റ് ഇടണേ കാണുന്നവർ. എന്നാലാണ് എനിക്ക് കൂടുതൽ ചെയ്യാനുള്ള ആയതുകൊണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അത് തെറ്റാണ്, വീഡിയോ ചെയ്യുന്നത് തെറ്റാണ്, അത് കുറച്ചും കൂടി ശരിയാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ നല്ലവണ്ണം ചെയ്യും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്നെനിക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ചാളയാണ്. അപ്പം ചാള കറി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങ അരക്കാൻ വേണ്ടി മിക്സിയിലോട്ട് ഇടുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഒരു ചെറിയ അള്ളി വെളുത്തുള്ളി ഇടണം. അത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി കടുക് കൂടി നമ്മൾ അതിൻ്റെ അത് ചേർത്ത് അരക്കുകയാണെങ്കിൽ ഏത് മീൻകറിക്കും നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. അറിയുന്നവർക്ക് അറിയാലോ അത് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുമെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാനത് അരക്കട്ടെ കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ഈ കറി നമ്മൾ അടപ്പത്തിട്ടോ. ആ കൂട്ടത്തിൽ കൂടെ ഞാൻ 2 പച്ചക്കായും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ എല്ലാവരും ചെയ്യണ പോലെ ഞാനൊന്ന് വാട്ടിയിട്ടൊന്നും അല്ല ഇടണത്. ഞാൻ സാധാരണ സിമ്പിളായിട്ടാണ് കറി വെക്കുന്നത്. ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കറിക്ക്. ഓക്കെ, മീൻകറി അടുപ്പത്തിട്ടിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തത് ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടി തോരൻ വെക്കാമെന്ന് ഓർത്താണ്. അത് ഞാൻ ഈ ഇതിലോട്ട് ഇട്ടിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനതൊന്ന് അരിഞ്ഞെടുത്ത് അത് തോരൻ വെക്കണം. പിന്നെ പപ്പടമുണ്ട്, അതും കൂടി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കറി റെഡിയായി. കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി മുരിച്ച് പൊരിക്കാൻ പോകുന്നത് കേട്ടോ. ആ കറി അത് ഉള്ളി അരിഞ്ഞ് അതിൻ്റെ കൂടെ 2 വേപ്പിൻ്റെ ഇലയിട്ട് താളിച്ച് അതിനകത്ത് കൊടുത്ത് ഇടാൻ കൊടുത്തു. മീൻ കറിയിലോട്ട് ഒഴിക്കണം കേട്ടോ ഞാനത്. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും അരിഞ്ഞ് വെച്ചത് നമ്മൾ തോരൻ വെക്കാൻ പോകണം. അതോടുകൂടി ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികൾ റെഡിയായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും റെഡി ആയിട്ടുണ്ട്. ഈ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടം കൂടി പൊരിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കറി ശരിയായി. അതോടുകൂടി എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ ഇന്നും പറയണേ, എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,